ഒരു ആനിമലോ ഒരു പ്ലാന്റോ അതിന്റെ എൻവയോൺമെന്റിൽ ഫിറ്റ് ആകുന്നതിന്റെ ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ ബയോളജിയിൽ അഡാപ്റ്റേഷൻ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. അഡാപ്റ്റേഷൻ എന്തിന്റെ റിസൾട്ട് ആണെന്ന് ചോദിച്ചാൽ ഇൻഹെറിറ്റഡ് വേരിയേഷൻസിൽ നാച്ചുറൽ സെലക്ഷൻ സംഭവിക്കുന്നത് കാരണമാണ് അഡാപ്റ്റേഷൻസ് ഉണ്ടാകുന്നത്. അതുപോലെ തന്നെ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഓർഗാനിസത്തിൽ പോലും അഡാപ്റ്റേഷൻസ് കാണാറുണ്ട്. അതും പല തരത്തിലായിരിക്കും. ചിലതിന്റെ സ്ട്രക്ചറിലോ ഫിസിയോളജിക്കലിലോ ചിലപ്പോൾ ജെനറ്റിക്സിലായിരിക്കും അഡാപ്റ്റേഷൻസ് കാണുന്നത്. ചിലതിൽ റീപ്രൊഡക്ഷനിലും പ്രൊഡക്ഷനിലും അതുപോലെ തന്നെ ഗ്രോത്തിലും ഡെവലപ്മെന്റിലും ചിലതിലാണ് ഡിഫൻസിലും അതുപോലെ അറ്റാക്ക് മോഡിലും അങ്ങനെയൊക്കെ ആയിരിക്കും. അപ്പം അങ്ങനെ പലതിലും പല തരത്തിലായിരിക്കും ഈ അഡാപ്റ്റേഷൻസ് കാണുന്നത്. അഡാപ്റ്റേഷൻസ് ചില കേസുകളിലാണ് ഒരു ഓർഗാനിസത്തിന്റെ പല ബോഡി പാർട്സിൽ വരെ നമുക്ക് അഡാപ്റ്റേഷൻസ് കാണാൻ പറ്റും. പിന്നെ നമ്മുടെ ഒരു സുഹൃത്ത് നമ്മളോട് ചോദിക്കുകയുണ്ട്, ഈ അക്ലിമറ്റൈസേഷനും അഡാപ്റ്റേഷനും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന്. അക്ലിമറ്റൈസേഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ എൻവയോൺമെന്റിൽ ഉണ്ടാകുന്ന ഒരു സഡൻ ചേഞ്ചിനോട് നമ്മൾ റെസ്പോണ്ട് ചെയ്ത് അതിനെ അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്നതിനെയാണ് നമ്മൾ അക്ലിമറ്റൈസേഷൻ എന്ന് പറയുന്നത്. അതേസമയം അഡാപ്റ്റേഷൻ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് നമ്മുടെ എൻവയോൺമെന്റ് നമ്മൾ ഫിറ്റ് ആയിട്ട് നിൽക്കാൻ വേണ്ടി, നമ്മൾ കേട്ടിട്ടില്ലേ ഡാർവിന്റെ സർവൈവൽ ഓഫ് ദി ഫിറ്റസ്റ്റ് എന്ന് പറയുന്നത്, അതുപോലെ ഫിറ്റ് ആയിട്ട് നിൽക്കുന്നതിന് വേണ്ടിയാണ് അഡാപ്റ്റേഷൻ എന്ന് പറയുന്നത്. ഈ അഡാപ്റ്റേഷൻസിന്റെ ഏറ്റവും വലിയ ഉദാഹരണം ഈ ഡാർവിന്റെൻ ഫിഞ്ചസ് ആണ് പറയുന്നത്.